ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ഓക്കെ, നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്. ഓക്കെ, നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന അബണ്ടൻസ് ഫീലിങ്സ് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഓക്കെ, വളരെ നല്ല ഒരു എനർജിയാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, അതായത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക, മണി മാനിഫെസ്റ്റ് ചെയ്യുക, അതുപോലെ മൂല്യമുള്ളതിനെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ നമ്മൾ മൂല്യമുള്ളതിനെ അതിന് വേണ്ടുന്ന അർഹത പരിഗണന കൊടുക്കണം എന്നാണ് പറയുന്നത്. അതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. പിന്നെ ചിലപ്പോൾ ഒരു സന്ദേശവാഹകനാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. പെൻറ്റക്കിൾ ആയതുകൊണ്ട് തന്നെ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. ഒരു കർഷകൻ അയാൾക്ക് കിട്ടുന്ന ആദ്യത്തെ പെന്നി എത്ര മൂല്യവത്തായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അത്രയും മൂല്യമുള്ളതായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട വസ്തുക്കളെ കരുതുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ട വസ്തുക്കളായാലും വ്യക്തികളായാലും പണമായാലും അതിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. അതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് എംപറർ ആണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മേലധികാരിയിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അനുവാദങ്ങൾ മേടിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. മേലധികാരിയിൽ നിന്ന് ചിലപ്പോൾ അയാളുടെ പവർ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അയാളുമായിട്ട് ഒന്ന് നിങ്ങളുടെ മേലധികാരി, അയാൾ മീൻസ് അത് സ്ത്രീയാകാം പുരുഷനാകാം, നിങ്ങളുടെ മേലധികാരിയുമായിട്ട് ചിലപ്പോൾ ഒരു സംഘർഷ സാധ്യത, കാരണം ഈഗോ ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് എംപറർ എനർജി കാണിക്കുന്നത്. അതുപോലെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിടെയെങ്കിലും ഓഫീസുകളിൽ പോകേണ്ടി വരികയോ മറ്റുള്ള ആളുകൾ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ സാധിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാഹചര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ എംപററിൻ്റെ കാർഡിനൊരു ക്ലാരിറ്റി എടുക്കട്ടെ. ബിക്കോസ് ഈ കാർഡ് വെച്ചിട്ട് ക്ലാരിറ്റി എടുക്കാം. എന്തുകൊണ്ടാണ് എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എംപററിൻ്റെ കാർഡ്? കാരണം നമ്മൾ കോടതി കേസുകൾ ഉണ്ടാവുക, അതുപോലെ യൂണിഫോം ഇട്ട ആളുകളില്ലേ, യൂണിഫോം ജോബ്സ് ചെയ്യുന്ന ആളുകളില്ലേ, അവരുമായിട്ടൊക്കെ സമ്പർക്കപ്പെടുക, അല്ലെങ്കിൽ പെറ്റിയടിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴും ഈ എംപററിൻ്റെ കാർഡ് വരാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് നോക്കാം. മൈൻഡും ഓർഡിനറിനെസ്സും മൈൻഡുമാണ്. അപ്പോൾ ഒരെണ്ണം പേജ് ഓഫ് സോർഡും 8 ഓഫ് പെൻറ്റക്കിൾസും ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെറ്റിയോ പെനാൽറ്റിയോ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പേ ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ അത് ഓർത്ത് അത് പേ ചെയ്യുന്നതാകാം. ചിലപ്പോൾ അതാകാൻ സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പണം ആവശ്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പണവുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ നിങ്ങളിന്ന് ഏതെങ്കിലും സർക്കാർ ഓഫീസുകളിലോ, ചിലപ്പം ലേലമാകാം, ചിട്ടിയാകാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഓഫീസുകളിൽ പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുന്നതാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് എംപററിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് സൂക്ഷിച്ചോട്ടോ, പെറ്റിയൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. കോടതി വ്യവഹാരങ്ങൾ, കേസുകൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. യൂണിഫോം ജോബ്സ് ഉണ്ടല്ലോ, മിലിറ്ററി, പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, അങ്ങനെയുള്ള ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കശപിശ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലധികാരിയുമായിട്ട് ഈഗോ ക്ലാഷ് ആകാം, അല്ലെങ്കിൽ മേലധികാരിയുമായിട്ടൊന്ന് കൊമ്പ് കോർക്കാൻ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോയി നിൽക്കേണ്ട അവസ്ഥ, ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തുള്ള ആളോട് ചേർന്ന് നിൽക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ തന്നെ ഇന്ന് വളരെ ഈഗോയിസ്റ്റ് ആയിട്ടിരിക്കാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്.
അടുത്തത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇപ്പോൾ നമ്മൾ ക്ലാരിറ്റി എടുത്തതിനകത്ത് 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അടുത്ത് നിൽക്കുന്ന ആളുകളോടൊരു ട്രസ്റ്റ് ഇഷ്യൂ തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോട് ഇവർ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ ചതിക്കുവാണോ എന്നൊരു സംശയം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ന് കൂടുതൽ വർക്ക് ചെയ്യുകയും കൂടുതൽ പണം ഏൺ ചെയ്യുകയും ചെയ്യും, കൂടുതൽ സേവ് ചെയ്യുന്നു. അതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ എന്നും ചെയ്യുന്ന ജോലി അതുപോലെ തന്നെ ആവർത്തിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വിരസത തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും അത് കൂടുതൽ ചെയ്യുന്നത് കൊണ്ടും കൂടുതൽ പണം കിട്ടുന്നത് കൊണ്ടും നിങ്ങളത് വീണ്ടും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് കൂടുതൽ ജോലി ചെയ്യുന്നു, കൂടുതലായിട്ട് ജോലി ചെയ്യുന്നു, കൂടുതൽ പണം നേടുന്നു, കൂടുതൽ പണം സേവ് ചെയ്യുന്നു എന്നുള്ളതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ചിലപ്പോൾ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിലായിരിക്കാം, വീട്ടിലായിരിക്കാം നിങ്ങളിന്ന് ഓവർ വർക്ക് ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ പഴയതുപോലെ ആക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, പുതിയ പ്ലാൻ ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാകും. വീട്ടിലാണെങ്കിൽ എന്നും ചെയ്യുന്ന പണിയിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകും. ഓഫീസിലാണെങ്കിൽ മറ്റുള്ളവരുടെ ജോലി ഏറ്റെടുത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ അധികമായിട്ട് മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് അധിക പ്രവർത്തനം ചെയ്യുന്നതാകാം, ഓവർ ടൈം ചെയ്യുന്നതാകാം. അങ്ങനെയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. നെക്സ്റ്റ് വൺ ലവേഴ്സ് ആണ്. അപ്പോൾ ഇന്ന് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ്. ലവേഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ പോസിബിലിറ്റി ആണ് ഇവിടെ ഉള്ളത്. റിലേഷൻഷിപ്പിലായിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ലവേഴ്സിൻ്റെ കാർഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റീയൂണിയൻ്റെ കാർഡാണ്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അവിടെ വേറെ പറയാൻ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നേ ദിവസം മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ കണ്ണിന് മുന്നിൽ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അതിൽ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നിങ്ങളതിനെ നള്ളിഫൈ ചെയ്ത് വിടും. കാരണം ഈ പറഞ്ഞ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ആൾ നിങ്ങളോട് വളരെ കൺസിസ്റ്റൻ്റ് ആണെന്ന് തോന്നുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നിലൊരു ചിന്തയുണ്ടാവും, ഈ ആൾ നിങ്ങളെ ചതിക്കുകയാണോ എന്നുള്ളത്. അതാണ് ഈ ഒരു ഹെർമിസ് കഡൂസസ് ആണ് ഈ ലവേഴ്സ് കാർഡിൻ്റെ പുറകിലുള്ള ആൾ. അപ്പോൾ അതിൻ്റെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ വേറെ റിലേഷൻഷിപ്പുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇന്നതിലെ ഒരു ക്ലാരിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് റീയൂണിയൻ്റെ കാർഡാണ് ലവേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് വാൺസ് ആണ്. അപ്പോൾ വീണ്ടും ഓവർ വർക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് കേട്ടോ. കൂടുതലായിട്ട് ജോലികൾ ചെയ്യേണ്ടി വരും, ഓവർ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരും, കൂടുതൽ ദൂരം ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും, കൂടുതൽ ആളുകളുമായി സമ്പർക്കപ്പെടേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, കാരണം അതൊരു കാർമിക് സൈക്കിളിൻ്റെ എൻഡും കൂടെ ആയതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. 10 ഓഫ് വാണ്ട് നിങ്ങളുടെ കർമ്മ അവസാനിച്ച് പോകുന്നതായതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ദിവസം ആണ്. ഓക്കെ ഇപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് 10 ഓഫ് വാണ്ടും എംപറർ മാറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരുമായിട്ടാണോ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് ആ ആളുമായിട്ട് നോക്കിക്കോ. ചിലപ്പോൾ അയാൾ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം. അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ കർമ്മ റിലീസ് ആവുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ കോൺഫ്ലിക്റ്റിൽ പെടുന്ന ആൾ നിങ്ങളുടെ സോൾമേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അടുത്ത 6 ഓഫ് വാൺസ് ആണ്, റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ വീണ്ടും റീയൂണിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു സക്സസ് വിക്ടറി ഉണ്ടാവുന്നതാണ്. മത്സര പരീക്ഷകളൊക്കെ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇൻ്റർവ്യൂസിലോ ക്വിസ് കോമ്പറ്റീഷൻസിലോ അല്ല എന്ത് കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് വിജയത്തിൻ്റെ ദിവസമാണ്. 6 ഓഫ് വാൺസ് വിക്ടറി ആൻഡ് സക്സസ് ആണ്. അതുപോലെ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നൊരു പബ്ലിക് റെക്കഗ്നീഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് ആളുകൾ പൊക്കി പറയാൻ അല്ലെങ്കിൽ നിങ്ങളെ പുകഴ്ത്തി ആളുകൾ സംസാരിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പിന്നെ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു വലിയ ഗ്രൂപ്പിനെ ലീഡ് ചെയ്തുകൊണ്ട് പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളായിരിക്കുമല്ലോ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു റീയൂണിയൻ്റെ ദിവസം കൂടിയാണ് ഇന്ന് 6 ഓഫ് വാൺസ് പറയുന്നത്. അതാണ് റീയൂണിയൻ്റെ കാർഡ് എന്നാണ്. നെക്സ്റ്റ് പേജ് ഓഫ് വാൺസ് ആണ്. പേജ് ഓഫ് വാൺസ് പറഞ്ഞാൽ വളരെ അഡ്മിറേഷനോടുകൂടി, വളരെ ആരാധനയോടുകൂടി എന്ത് റിസ്ക്കും എടുത്തിട്ട് സ്വന്തം പാഷനെ നേടാൻ നിൽക്കുന്ന ഒരാളാണ് ഈ പേജ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഇയാൾക്കറിയാം ഇയാൾ നിൽക്കുന്ന ചവിട്ടി നിൽക്കുന്ന മണ്ണ് സുരക്ഷിതമല്ല, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സാഹചര്യം തീരെ മോശമാണെന്ന് അയാൾക്കറിയാം. പക്ഷെ എന്നാലും ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കാൻ വേണ്ടി എന്ത് റിസ്ക്കും ഏറ്റെടുക്കാൻ റെഡി ആയിരിക്കും. ഇന്നേ ദിവസം വളരെ പാഷനേറ്റ് ആയിരിക്കും, വളരെ ആഹ്ലാദത്തോടു കൂടി, മടുത്തും തപ്പി നിറഞ്ഞൊന്നുമല്ല, വളരെ ആഹ്ലാദത്തോടു കൂടി പാഷനേറ്റ് ആയിട്ട് ഒരാളെയോ ഒരു സാഹചര്യത്തെയോ സ്വന്തമാക്കുന്നതാവാം. നിങ്ങളുടെ പാഷനെ പിന്തുടർന്ന് ചേസ് ചെയ്ത് കൈയിറക്കുന്നതാവാം, ഒരു വ്യക്തിയെ ആരാധിക്കുന്നതാവാം,
പണത്തെ ആരാധിക്കുന്നതാവാം, ഒരു ജോലി അഡ്മയർ ചെയ്യുന്നതാവാം, ചിലപ്പോൾ നിങ്ങളെ തന്നെ മറ്റുള്ളവർ അഡ്മയർ ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. ഓക്കെ, എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്, അത്യാഹ്ലാദത്തോടു കൂടിയാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്, അഡ്മിറേഷനാണ്. ഓക്കെ, നിങ്ങൾ അഡ്മയർ ചെയ്യുന്നതാവാം, നിങ്ങളെ അഡ്മയർ ചെയ്യുന്നതാകാം. ഫുൾ കാർഡാണ്, ഇപ്പോൾ ഒരു പുതിയ തുടക്കമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തിനെയാണോ ഇങ്ങനെ പാഷനേറ്റ്ലി ഇവിടെ നിന്ന് ഇങ്ങനെ ആഹ്ലാദത്തോടു കൂടി റിസ്ക് എടുത്ത് ഇങ്ങനെ നിങ്ങൾ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് അവിടെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്കുണ്ടാവുന്നതാണ് കേട്ടോ. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഓവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുന്നു. പാസ്റ്റിൽ ഒരുപാട് മോശം ഓർമ്മകളുണ്ടാവും, നിങ്ങൾക്ക് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് പാസ്റ്റ് ട്രോമാസ് ഉണ്ടാകും, പാസ്റ്റ് ബാഗേജ് ഉണ്ടാകും. അതിനെ എല്ലാം പിന്നിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇന്നേ ദിവസം ഒരു യാത്ര പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇന്നൊരു യാത്രയുണ്ട്, എന്നും പോകുന്ന വഴിയിൽ നിന്ന് മാറിയിട്ട് ഒരു യാത്രയുള്ളതായിട്ട് കാണുന്നുണ്ട്, ഒരു പുതിയ തുടക്കമാണ് അതെന്ന് കാണുന്നുണ്ട്. അതുപോലെ അത് ഒരു കാർമിക് മീൻസ് ഒരു എന്താണ് പറയുന്നത്, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പുതിയ യാത്രയായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം യാത്രയുടെ കാർഡാണ്, യാത്രയുണ്ട്. ഇവിടെ 10 ഓഫ് വാൺസിനകത്തും ദുരിതപൂർണമായ ഒരു യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെയും പറയുന്നത് റിസ്കി ആൻഡ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് ഫൂളിലും പറയുന്നത്. ഓക്കെ, 6 ഓഫ് വാൺസിനകത്ത് ഒരു ഘോഷയാത്ര അങ്ങനെയുള്ളൊരു യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കമാണെന്നാണ് കാണുന്നത്. നെക്സ്റ്റ് ഹീറോഫിൻ്റെ കാർഡാണ്. ചിലപ്പോൾ ഈ നിങ്ങൾ ഈ സാമൂഹ്യമായ ഹൈറാർക്കി ഇല്ലേ, അതിനെന്താ പറയുന്നത്, ഹൈറാർക്കിക്ക് മലയാളം എന്താ, മലയാളം എന്താ പോലും പെട്ടല്ലോ കർത്താവേ, അയ്യോ എൻ്റെ പിന്നെ കർത്താവേ ഇത്രയും ഗതി കിട്ടാൻ വേറെ ആരും കാണത്തില്ല. എന്തായാലും സാമൂഹ്യ ശ്രേണി, അപ്പോൾ താഴെയുള്ള ആൾ മുകളിലുള്ള ആൾ അങ്ങനെയില്ലേ, ആ ഹീറോഫിൻ്റെ അതിൻ്റെ ഒരു നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ വളരെ താഴ്ന്ന പൊസിഷനിൽ നിൽക്കുന്ന ആളായിരിക്കും. പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഹൈ പൊസിഷനിൽ നിൽക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഒരു മെൻറ്റർ ആയിരിക്കും, ഒരു ഗുരുശ്രേഷ്ഠനായി വർത്തിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തന്നെ ഒരു ഗുരുശ്രേഷ്ഠനായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ കാണാൻ ആളുകൾ വരുന്നതാകാൻ സാധ്യതയുണ്ട്, നിങ്ങളെ വന്ന് കൺസൾട്ട് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഇന്നേ ദിവസം ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ടാരോ ഗൈഡൻസ് ആവാം, അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആകാം, ചിലപ്പോൾ ധ്യാനം കൂടുന്നതാകാം, കുമ്പസാരിക്കുന്നതാവാം, അങ്ങനെ എന്തും ആകാം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മറ്റൊരാളോട് പറഞ്ഞ് അയാളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്ന എന്ത് കാര്യവും ഹീറോഫിൻ്റെ ആയിട്ട് വരുന്ന സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. ഒരു ആധ്യാത്മിക ഗുരുവിനെ നിങ്ങൾ കാണുന്നു, അതാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സാമൂഹ്യ നേതാക്കളെയോ മത നേതാക്കളെയോ ഒക്കെ കാണാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും നിയമക്കുരുക്കിൽപ്പെടാൻ സാധ്യതയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ വാഹനങ്ങളുടെ ഇൻഷുറൻസ് ഒന്നും ഇല്ലാതെ പോകുന്ന ആളുകളാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ കൺട്രോൾഡ് ആവാൻ സാധ്യതയുണ്ട്, പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ അതായത് നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ട്രാപ്പിലാകാനോ സാധ്യതയുണ്ട്. അപ്പോൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ ഹീറോഫിൻ്റെ കാർഡും 8 ഓഫ് സ്വോർഡ്സും കാണുമ്പോൾ ചിലപ്പോൾ പെറ്റി അടിക്കാനൊക്കെ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് അടിച്ചു പോകുന്നൊരു കാര്യമായിരിക്കാം. അവിടെ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും, കാരണം അതിൽ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് 8 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ട്രാപ്പിലായി പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ കണ്ണും കൈയും കെട്ടി നിന്നിട്ട് ആക്ഷൻ എടുക്കാൻ നിൽക്കുന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അങ്ങനല്ല ഇന്ന ദിവസം വേണ്ട, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. സ്റ്റാർ കാർഡാണ്, പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാനാണ് സ്റ്റാർ കാർഡ് പറയുന്നത് കേട്ടോ. ഇന്നൊരു ബാലൻസ്ഡ് ദിവസമാണ്, വളരെ സമാധാനപൂർണ്ണമായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളായിരിക്കും, ഞാൻ പറഞ്ഞില്ലേ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളായിരിക്കും, ഇന്നത്തെ സ്റ്റാർ ഒരു പക്ഷേ നിങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് ഏഞ്ചൽസിന് തരാനുള്ള ഗൈഡൻസ് എന്താണ്? റിമെയിൻ പോസിറ്റീവ്, നിങ്ങൾ സന്തോഷപൂർണ്ണമായിട്ട് പോസിറ്റീവായിട്ടിരിക്കാനാണ് പറയുന്നത്. അടുത്ത കാർഡ് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എന്ന് നടക്കും എന്നൊരു ടൈം കൺസ്ട്രെയിൻറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത്
ഇതിൻ്റെ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ്. പിന്നെ അബണ്ടൻസ് ആണ്. ഇന്ന് വളരെയധികം സമൃദ്ധമായ ഒരു ദിവസമാണ്. സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ബോട്ടം ഡെക്കിൽ വെയിറ്റ് വരുന്നുണ്ട്. തൽക്കാലം ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്ത് നിൽക്കുക, വെയിറ്റ് ചെയ്യുക. എല്ലാം എവറിത്തിങ് വിൽ ബി ഫൈൻ. ഓക്കെ. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കാനാണ് പറയുന്നത് കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കൂ. നെക്സ്റ്റ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം ഉള്ളത് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഹണിമൂൺ, എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. ഇവിടെ രണ്ടിടത്ത് നമുക്ക് റിയൂണിയൻ്റെ കാർഡ് വന്നായിരുന്നു. ലവേഴ്സിനും 6 ഓഫ് വാണ്ട്സിനും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് ചേർന്നിരിക്കുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഉണ്ടാകുന്ന സമയങ്ങളിൽ ഹണിമൂൺ പോലെ എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. ഒരുമിച്ച് വരുന്ന സമയങ്ങളൊക്കെ സന്തോഷപൂർണ്ണമാക്കൂ, അത് മെമ്മറീസ് ആക്കി വെക്കാനാണ് പറയുന്നത്. റിട്രീറ്റ്, ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ്. എല്ലാം ഇങ്ങനെ റിട്രീറ്റ് ചെയ്യാനാണ് എന്താ പറയുന്നത്, പിന്നിലേക്ക് എടുക്കാൻ. ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുക്കൂ. വീണ്ടും ഒന്നുകൂടി ഒരു ചാൻസ് കൊടുത്ത് നോക്കാനാണ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് എൻഗേജ്മെൻറ്റ്. യുവർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. അതാണ് 6 ഓഫ് വാണ്ട് കേട്ടോ. കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നു എന്നാണ് 6 ഓഫ് വാണ്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആകുമെന്ന് വിചാരിക്കുന്നു. റെസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ട് കളഞ്ഞേക്കണം. ഇത് ജനറൽ ഗൈഡൻസ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. എല്ലാവർക്കും റെസണേറ്റ് ആകത്തില്ല. ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നോ അന്നേ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുന്നത്. ഓക്കെ. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ ഉണ്ട്, ഹൈപ്പ് ബട്ടൺ കൂടെ അമർത്താൻ മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെടുത്തിട്ട് വിളിക്കാവുന്നതാണ്. വിളിക്കല്ല, മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.